എത്രയോ കല്യാണ വീടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ചൊല്ലി ദീനിൻ്റെ ശരഈയായ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് നിക്കാഹ് നടത്തിയ അതേ സ്റ്റേജിൽ തന്നെ തൊട്ടുടനെ അതാ ഹറാമിൻ്റെ ആരവങ്ങൾ, പാട്ടും കൂത്തും തോന്നിയവാസങ്ങളും നടക്കുന്നത്. എന്തുകൊണ്ടാണ്? പലപ്പോഴും പ്രായം ചെന്ന കാരണവന്മാർ, വാപ്പമാർ മൗനം പാലിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പറയണം ഇത് ഹറാമാണ്, പാടില്ല എന്ന്, തെറ്റാണ്, പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം നമുക്കുണ്ടാവണം. അത് നമ്മൾ കയ്യിൽ കിട്ടൂല സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ കിട്ടണം. കാരണം ആ മക്കളെക്കുറിച്ച് അള്ളാഹു ചോദിക്കുക മൗലവിമാരോടല്ല, നിങ്ങളോടാണ്. നാളെ റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നിന്റെ മക്കളെ നീ എങ്ങനെ വളർത്തിയെന്ന് ചോദിക്കുക സഹോദരങ്ങളെ ഓരോ രക്ഷിതാവിനോടുമാണ്. ഓരോ ഉമ്മയും വാപ്പയും മറുപടി പറയണം. സ്ത്രീകൾ, ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പെൺമക്കളുടെ കാര്യത്തിൽ പലപ്പോഴും അവർ അലംഭാവം കാണിക്കുന്നതായി കാണാൻ സാധിക്കും. വാപ്പ നല്ല താടിയുള്ള വെള്ള വസ്ത്രം ധരിച്ച വാപ്പയായിരിക്കും. ഉമ്മ നല്ല ഹിജാബ് ധരിച്ച, നിഖാബ് വരെ ധരിച്ച ഉമ്മയായിരിക്കും. കൂടെയുള്ള മകൾ ലൂസ് പാൻറ്റും ഷർട്ടും ധരിച്ച് തലയിൽ തട്ടം പോലുമില്ലാതെ അങ്ങാടിയിലൂടെ നടക്കുന്ന വേദനാജനകമായ കാഴ്ചകൾ എത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തേ ഉമ്മ പർദ്ദ ധരിക്കുമ്പോൾ മകളോട്, മോളെ ഇത് ധരിച്ചിട്ടല്ലാതെ നീ പുറത്തേക്ക് ഇറങ്ങരുത്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നാവ് പൊങ്ങിയില്ല? എന്തേ വാപ്പ പറഞ്ഞില്ല? ഈ ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിന് പണം കൊടുത്ത വാപ്പാക്ക് എന്തുകൊണ്ട് പറയാൻ സാധിച്ചില്ല? പ്രിയമുള്ളവരെ, അള്ളാഹു ചോദിക്കും. കേട്ടിട്ടില്ലേ അമ്പിയാക്കളുടെ ചരിത്രം? അവർ മരിക്കുന്ന സമയത്ത് കൊടുത്ത വസിയത്ത്, മക്കളെ മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നാണ്.